വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന സയൻസ് പാഠപുസ്തകത്തിലെ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് എന്ന 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഈ പാഠം കേൾക്കുന്നവർ 1ാമത്തെ പാർട്ട് കൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് പോകാം. വി ഗെറ്റ് ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ഫ്രം ദിസ് ബുക്ക് വിച്ച് ആർ യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്. ആൻഡ് ഗെസ് വാട്ട് ഹാപ്പൻസ് ആസ് വി ഡിസ്കവർ മോർ ആൻഡ് മോർ. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആസ് വി ഡിസ്കവർ മോർ ആൻഡ് മോർ. കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. We start realizing that these ideas are all connected. നമുക്ക് അങ്ങനെ വരുമ്പോൾ മനസ്സിലാവും ഈ ഐഡിയാസ് എല്ലാം, ഈ കണ്ടുപിടിക്കപ്പെടുന്ന ആശയങ്ങളെല്ലാം ദേ ആർ കണക്റ്റഡ്. അവരെല്ലാം പരസ്പര ബന്ധമുള്ളവയാണ്. ദേ ആർ ഓൾ കണക്റ്റഡ്. എല്ലാം പരസ്പര ബന്ധമുള്ളവയാണെന്ന് നമുക്ക് മനസ്സിലാവും. വി വിൽ സ്റ്റാർട്ട് ഓഫ് ബൈ ലുക്കിംഗ് അറ്റ് അവർ ഹോം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. ഭൂമി എന്ന നാം പാർക്കുന്ന നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് തുടങ്ങാം. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് we know that supports life. ഇത് ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി എന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വി നോ ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമുക്കറിയാവുന്നിടത്തോളം ഭൂമി മാത്രം. മറ്റൊന്നിനെപ്പറ്റി നമുക്കിതൊരു അറിവ് കിട്ടിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഹാസ് ആൻ എൻവയൺമെൻറ്റ് ദാറ്റ് വി മസ്റ്റ് പ്രൊട്ടക്റ്റ്. അതിനൊരു എൻവയൺമെൻ്റ് ഉണ്ട്, ഒരു ചുറ്റുപാടുണ്ട്, ഒരു പരിസ്ഥിതിയുണ്ട്. അതിനെ നാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്, അതിനെ നാം സംരക്ഷിക്കേണ്ടതാണ്. ദർ ഈസ് ആൻ അമേസിങ് വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലാണെങ്കിലോ വൈവിധ്യങ്ങളാർന്ന ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ ഉണ്ട്. വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഇവിടെ ജീവൻ്റെ വൈവിധ്യം കാണാം നമുക്ക്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളും ജന്തുക്കളും ദാറ്റ് ഹാവ് മാനേജ് ടു സർവൈവ് ആൻഡ് ത്രൈവ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദിസ് പ്ലാനറ്റ്സ്. സസ്യങ്ങളും ജന്തുക്കളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ എല്ലായിടത്തും കാണാം, അല്ലേ? യു മൈറ്റ് ഹാവ് സീൻ എ സീഡ് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്. ഒരു വിത്ത് വളർന്ന് മരമാകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു ചെടിയാകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? എ കാറ്റർപില്ലർ ട്രാൻസ്ഫോം ഇൻ ടു എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഒരു കാറ്റർപില്ലർ, ആ കാറ്റർപില്ലർ വളർന്നിട്ട് പിന്നെ അതൊരു ബട്ടർഫ്ലൈ ആയിട്ട് രൂപാന്തരീകരിച്ച് വരുന്നത് നിങ്ങൾ കാണാം, അല്ലേ? ആൻഡ് മെനി മോർ സച്ച് ഒബ്സർവേഷൻസ്. അതുപോലെ അനേകം നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും. ഹൗ ഡു ദീസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രോ. എങ്ങനെയാണ് ഈ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വളർന്നു വരുന്നത്? എന്താണ് കാറ്റർപില്ലർ? കാറ്റർപില്ലർ എന്ന് പറയുന്നത് ശലഭത്തിൻ്റെ പുഴുവാണ്, ചിത്രശലഭത്തിൻ്റെ പുഴുവാണ്. അത് രൂപാന്തരീകരിച്ചിട്ടാണ് പിന്നീട് ഒരു ചിത്രശലഭമായിട്ട് വളർന്നു വരുന്നത്, രൂപമാറ്റം സംഭവിക്കുന്നു. അതിനുശേഷമാണ് അവ നല്ല ബട്ടർഫ്ലൈ ആയിട്ട്, നല്ല വർണ്ണശബളിമയാർന്ന ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോകുന്നത്. ആൻഡ് മെനി മോർ സച്ച് ഒബ്സർവേഷൻസ്. അതെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹൗ ഡു ദീസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രോ. എങ്ങനെയാണ് ഈ പ്ലാന്റ്സും ഈ ആനിമൽസും ഒക്കെ വളരുന്നത്? അതും നമുക്ക് നോക്കാം, കേട്ടോ. ഓഫ് കോഴ്സ് ടു ഗ്രോ വി നീഡ് ഫുഡ് ടു ഈറ്റ്. വളരെ നമുക്ക് എന്നാ വേണം? നമുക്ക് ആഹാരം വേണം. വി നീഡ് ഫുഡ് ടു ഈറ്റ്. കഴിക്കാൻ ആഹാരം ഉണ്ടെങ്കിലേ വളർച്ച ഉണ്ടാവുള്ളൂ. ആൻഡ് എസ്പെഷ്യലി ഇൻ എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ. പ്രത്യേകിച്ച് എസ്പെഷ്യലി മീൻസ് പ്രത്യേകിച്ച് എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ. ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്ന വൈജാത്യങ്ങളുള്ള ഈ രാജ്യത്ത് ഫുഡ് ഈസ് സോ ഫാസിനേറ്റിംഗ്. ഇവിടെ ആഹാരപദാർത്ഥങ്ങൾ വളരെ ഫാസിനേറ്റിംഗ് ആണ്, വളരെ ആകർഷണീയമാണ്. അക്രോസ് ദ കൺട്രി, രാജ്യത്തിൻ്റെ ഉടനീളം. വി ഹാവ് ഡിഫറെൻറ്റ് ക്യുസൈൻസ്. നമുക്കാണ് പലതരത്തിലുള്ള പാചകക്രമങ്ങളുണ്ട്. ക്യുസൈൻസ് മീൻസ് പാചകക്രമങ്ങൾ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫുഡുകൾ. വിത്ത് ദർ മെനി ടേസ്റ്റി ഡിഷസ്. അതിന് പല തരത്തിലുള്ള ടേസ്റ്റി ഡിഷസാണ് ഉള്ളത്. വാട്ട് ആർ ദേ മെയ്ഡ് ഓഫ്. അവയെല്ലാം എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൗ ഡു വി ഫൈൻഡ് ഇറ്റ്. നമുക്കതെങ്ങനെ കണ്ടെത്താൻ കഴിയും? നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. എലോങ് വിത്ത് ഫുഡ്. ഭക്ഷണത്തോടൊപ്പം തന്നെ വി നീഡ് വാട്ടർ ടു സർവൈവ്. നമുക്ക് നിലനിൽക്കാൻ ജലം വേണം. വാട്ടർ ഈസ്
സച്ച് എ ഡിലൈറ്റ്ഫുൾ സബ്സ്റ്റൻസ്. ജലം അത്രമാത്രം അങ്ങനെ ഒരു ഡിലൈറ്റ്ഫുൾ സബ്സ്റ്റൻസാണ്, സന്തോഷദായകമായിരിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ്, ഒരു വസ്തുവാണ്. ഹാവ് യു എവർ റൺ ആൻഡ് ജംപ്ഡ് ഇൻ എ പുഡിൽ വെൻ ഇറ്റ് റെയിൻഡ്? മഴ പെയ്ത് കഴിയുമ്പോഴേ നമ്മൾ മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ചാടി മറിയാറില്ലേ? ചെളി നിറഞ്ഞ വെള്ളത്തിൽ ചാടി മറിയാറില്ലേ? ഡു യു എവർ വണ്ടർ വൈ ആൻഡ് ഹൗ ഇറ്റ് റെയിൻസ്? എന്തുകൊണ്ട്, എങ്ങനെയാണ് മഴ പെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ഹാവ് യു നോട്ടീസ്ഡ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ദറ്റ് വാട്ടർ ഫ്രീസസ് ആൻഡ് ബിക്കംസ് ഐസ് വെൻ വി കൂൾ ഇറ്റ്? ജലത്തെ തണുപ്പിക്കുമ്പം വെള്ളം ഘനീഭവിച്ച് ഐസായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹാവ് യു നോട്ടീസ്ഡ് ദറ്റ് വാട്ടർ ഫ്രീസസ് ആൻഡ് ബിക്കംസ് ഐസ് വെൻ വി കൂൾ ഇറ്റ്? നിങ്ങൾ വെള്ളത്തെ തണുപ്പിക്കുമ്പോൾ അത് ഘനീഭവിച്ച് ഐസായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആൻഡ് ബോയിൽസ് ആൻഡ് ബിക്കംസ് സ്റ്റീം വെൻ വി ഹീറ്റ് ഇറ്റ്? നമ്മൾ വെള്ളത്തെ ചൂടാക്കുമ്പോൾ അല്ലെ ജലത്തെ ചൂടാക്കുമ്പോൾ അത് തിളച്ച് നീരാവിയായിട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഡു യു എൻജോയ് ഡ്രിങ്കിങ് കൂൾ വാട്ടർ ഇൻ ദ സമ്മർ? വേനൽക്കാലത്ത് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കാറില്ലേ? ഡു യു എൻജോയ്? നിങ്ങളങ്ങനെ ആ തണുത്ത വെള്ളം കുടിച്ച് രസിക്കാറില്ലേ? ഡു യു എൻജോയ് ഡ്രിങ്കിങ് കൂൾ വാട്ടർ ഇൻ ദ സമ്മർ ഓർ ഷവറിങ് വിത്ത് ദ വാം വാട്ടർ ഇൻ ദ വിൻ്റർ? തണുപ്പ് കാലങ്ങളിലെ ചൂടുള്ള വെള്ളത്തിൽ, ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾ കുളിക്കാറില്ലേ? ഓർ ഷവറിങ് വിത്ത് ദ വാട്ടർ ഇൻ ദ വിൻ്റർ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ ചൂട് വെള്ളത്തിലെ അതിൻ്റെ ഷവറിൽ നിങ്ങൾ കുളിക്കാറില്ലേ? ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ഹോട്ട് ആൻഡ് കൂൾഡ്? ഒരു സാധനം തണുത്തതാണ് ചൂടുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ അങ്ങനെ അറിയുക? വെദർ ഇറ്റ് ഈസ് വാട്ടർ ഓർ അവർ ഓൺ ബോഡി? ചിലപ്പം വെള്ളത്തെ ആയിരിക്കും നമ്മൾ തണുത്താണോ ചൂടാണോ എന്നറിയുന്നത്. ഓർ അവർ ഓൺ ബോഡി, അല്ല നമ്മുടെ ശരീരത്തിൽ ചൂടാണോ തണുപ്പാണോ എന്നറിയുന്നതും നമ്മൾ തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് അല്ലേ? വെൻ വി ഹാവ് ഫീവർ, പനിയുള്ളപ്പോഴേ നമ്മുടെ ശരീരത്ത് ചൂടുണ്ടാവും. അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നാം നമ്മുടെ കൈപ്പത്തി നെറ്റിയിൽ വെച്ച് നോക്കിയിട്ടല്ലേ അറിയുന്നത്. അങ്ങനെ നമ്മൾ അറിയുന്നില്ലേ? അങ്ങനെ നമ്മളെ ശരീരത്തിൽ ചൂട് കൂടുതലുണ്ടോ എന്ന് നമ്മൾ അറിയാറുണ്ട്. വെദർ ഇറ്റ് ഈസ് വാട്ടർ ഓർ അവർ ഓൺ ബോഡി വെൻ വി ഹാവ് ഫീവർ, ഫൈൻഡിങ് ഔട്ട് ഹൗ ഹോട്ട് സംതിങ് ഈസ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചൂടുള്ളതാണോ തണുപ്പുള്ളതാണോ എന്നറിയുന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. നോക്കിക്കുക, ആ ചിത്രത്തിൽ അവിടെ കാർമേഘം മഴ പെയ്യ്ക്കുന്നത് കണ്ടില്ലേ? കാർമേഘം പർവ്വതത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ താഴേക്ക് മഴത്തുള്ളികളായിട്ട് വീഴുന്നത് നമുക്ക് കാണാം. Then again, there are so many different things around us. ഇതുപോലെ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദ പേപ്പർ വി റൈറ്റ് ഓൺ, നമ്മൾ എഴുതുന്ന കടലാസ്. ഓർ ദ മെറ്റൽ കീ, അല്ലെങ്കിൽ ലോഹം കൊണ്ടാക്കിയ താക്കോലും. ദ പ്ലാസ്റ്റിക് റൂളർ, നിങ്ങളുടെ കയ്യിലൊക്കെ ഇല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയില്. ആൻഡ് റബ്ബർ ഇറൈസർ ഇൻ അവർ ബോക്സ്, നമ്മുടെ ബോക്സിലുള്ള റബ്ബർ കൊണ്ടുള്ള തുഴയ്ക്കുന്ന റബ്ബറേ ഇറൈസർ, പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് മായ്ക്കുന്ന റബ്ബർ. ദ മാഗ്നറ്റ് ദാറ്റ് കീപ്സ് ദ ബോക്സ് ക്ലോസ്ഡ്, നമ്മുടെ ബോക്സ് തുറക്കാതെ അടഞ്ഞു തന്നെ ഇരിക്കാൻ സഹായിക്കുന്ന കാന്തിക വസ്തു അല്ലെ കാന്തം. ദി ക്ലോത്ത്സ് ദാറ്റ് വി വെയർ, നാം ധരിക്കുന്ന വസ്ത്രങ്ങളെ. ദ കപ്പ് വി ഡ്രിങ്ക് മിൽക്ക്, നാം പാല് കുടിക്കുന്ന കപ്പ്. ആൻഡ് സോ മെനി അതർ തിങ്സ്, അതുപോലെ മറ്റ് പല വസ്തുക്കളും. വാട്ട് ആർ ദേ മെയ്ഡ് ഓഫ്, അവ എന്തെല്ലാം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആർ ദേ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, അവയെല്ലാം വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൗ ഡു വി സെപ്പറേറ്റ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഫ്രം വൺ അനദർ, എങ്ങനെയാണ് പല വസ്തുക്കളെ നമ്മൾ വേർതിരിക്കുന്നത്? ഹൗ ഡു വി സെപ്പറേറ്റ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഫ്രം വൺ അനദർ, പലതരം വസ്തുക്കളെ ഒന്നിച്ച് ചേർത്തുക നാം എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഇതൊക്കെ നമുക്കറിയണ്ടേ? വി വിൽ ഹാവ് ആൻ ഓൾമോസ്റ്റ് അൺഎൻഡിങ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമുക്ക് അവസാനമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ലിസ്റ്റിങ്ങിന് കിട്ടൂല്ലേ? വി വിൽ ഹാവ് ആൻ ഓൾമോസ്റ്റ് അൺഎൻഡിങ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, വളരെയേറെ ചോദ്യങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ മുന്നിൽ വരും. അബൌട്ട് എവറിതിങ് ഓൺ എർത്ത്, ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ. ആസ് വി ഫർദർ എക്സ്പ്ലോർ ദിസ് ബുക്ക്, ഈ ബുക്ക് എക്സ്പ്ലോർ ചെയ്താൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ബട്ട് why limit our questions to the earth alone? But why we limit our questions to the earth alone? പക്ഷേ നമ്മുടെ ചോദ്യങ്ങളെ ഈ ഭൂമിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ്?
വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓൺ തിങ്സ് ബിയോണ്ട് ദ സൺ. നമുക്ക് സൂര്യൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കണ്ടേ? ദ മൂൺ, ചന്ദ്രനെ സംബന്ധിച്ചിട്ട്, ആൻഡ് ദ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ദാറ്റ് ഷൈൻസ് ഇൻ ദ സ്കൈ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ദശലക്ഷക്കണക്കായ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ? അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തണ്ടേ? വെദർ യു ആർ ലേണിംഗ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് എ ലീഫ്, ഇലയുടെ ഘടനയെപ്പറ്റി പഠിക്കുമ്പോഴേ, ഡിസ്കവറിങ് ഹൗ തിങ്സ് മൂവ്, എങ്ങനെയാണ് വസ്തുക്കൾ മൂവ് ചെയ്യുന്നറിയാനായിട്ട്, ഓർ സെപ്പറേറ്റിംഗ് ദ സ്കിൻ ഓഫ് എ പീനട്ട് സീഡ്, ഒരു നിലക്കടലയുടെ തോട് പൊളിച്ചു മാറ്റുമ്പോഴേ അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അതെന്താണ് അങ്ങനെയെന്ന്. വി ഹോപ്പ് ഈച്ച് ചാപ്റ്റർ ഓഫ് ദിസ് ബുക്ക് വിൽ ഇഗ്നൈറ്റ് അവർ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറിയെ, നമ്മുടെ ഉള്ളിലെ ജിജ്ഞാസയെ ഇത് എത്രമാത്രം ഉണർത്തുമെന്ന് നമുക്കറിയണ്ടേ. ആൻഡ് ഹോപ്പ്ഫുള്ളി യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൽ അനേകായിരം ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരും. എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, വളരെയധികം ചോദ്യങ്ങൾ ഉയരും ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൽ. ഈവൻ ദോ യു മേ നോട്ട് റിയലൈസ് ഇറ്റ്, ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലായിരിക്കാം. യു ഹാവ് ഓൾറെഡി ബീൻ ഫൈൻഡിങ് ആൻസേഴ്സ് ടു മെനി ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. സപ്പോസ് യുവർ പെൻ സ്റ്റോപ്സ് റൈറ്റിംഗ്, ഒരുപക്ഷെ നിങ്ങളുടെ പേനയുടെ എഴുത്തങ്ങ് നിന്നുപോയിരിക്കും, നിങ്ങളുടെ പേനായിലെ മഷി നിന്നുപോയിരിക്കാം. സപ്പോസ് യുവർ പെൻ സ്റ്റോപ്സ് റൈറ്റിംഗ്, വാട്ട് വുഡ് യു ഡു, നിങ്ങളെന്ത് ചെയ്യും? യു ഷുഡ് ആസ്ക് യുവർ സെൽഫ് ദ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ചോദ്യം ഒന്ന് മനസ്സിൽ ചോദിക്കും. വൈ ഡിഡ് മൈ പെൻ സ്റ്റോപ്പ് റൈറ്റിംഗ്, എന്താ എൻ്റെ പേന തെളിയാത്തത്? യു മൈറ്റ് ഗസ് ദാറ്റ് ദ ഇങ്ക് ഫിനിഷ്ഡ്, നിങ്ങൾ ഒരുപക്ഷെ ഊഹിക്കും, ഓ പേനയിലെ മഷി തീർന്നു. യു വുഡ് ദെൻ ടെസ്റ്റ് ദിസ് ഗസ് ബൈ ഓപ്പണിംഗ് ദ പെൻ, നിങ്ങൾ ഈ ഊഹോ ഒന്ന് ശരിയാണെന്ന് പരിശോധിക്കും. എങ്ങനെയാണ് പേന തുറന്നു നോക്കും. ആൻഡ് ചെക്കിംഗ് ദ ഇങ്ക് റീഫിൽ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ റീഫില്ലൊന്ന് പരിശോധിക്കും അല്ലേ. ഇഫ് ഇറ്റ് ഈസ് എംറ്റി, അത് കാലിയാണെങ്കിൽ അതിലൊന്നുമില്ലെങ്കിൽ, യു വുഡ് നോ ദാറ്റ് യുവർ ഗസ് വാസ് കറക്റ്റ്. ഓ നമ്മൾ ചിന്തിച്ച് ശരിയാണ്, പേനയിലെ മഷി തീർന്നു. ബട്ട് സപ്പോസ് യു ഫൈൻഡ് ദാറ്റ് ദ ഇങ്ക് വാസ് നോട്ട് ഫിനിഷ്ഡ്, നിങ്ങൾ നോക്കുക, അപ്പോൾ പേനയിൽ മഷിയുണ്ട്. നൗ വാട്ട് വുഡ് യു ഡു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? യു വുഡ് മേക്ക് അനദർ ഗസ്, നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കും. പെർഹാപ്സ് ദ ഇങ്ക് മൈറ്റ് ഹാവ് ഡ്രൈഡ് അപ്പ്, ഒരുപക്ഷെ ഈ പേനായിലെ ഈ റീഫില്ല് ഉണങ്ങിപ്പോയിരിക്കാം, അത് മഷിയൊക്കെ ഉണങ്ങിപ്പോയിരിക്കാം. ടു ടെസ്റ്റ് ഇഫ് ദിസ് ഗസ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, ഇത് ഊഹം ശരിയാണോ ഇല്ലോ എന്നറിയാനായിട്ടേ യു വിൽ ട്രൈ സംതിങ് എൽസ്, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് നോക്കും ഇല്ലേ. ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ സയൻസ് വർക്ക്സ്, അങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ സയൻസ് വർക്ക്സ്, അങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. ദ വേ യു ട്രൈ ടു ഫൈൻഡ് ഔട്ട്, നിങ്ങൾ കണ്ടെത്താൻ ഉപയോഗിച്ച വഴികൾ. വൈ യുവർ പെൻ സ്റ്റോപ്ഡ് റൈറ്റിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി സയൻറ്റിഫിക് മെത്തേഡ്, അതൊരു നിങ്ങളുടെ പേനായൻ്റെ മഷി എങ്ങനെ തീർന്നു എന്നറിയാൻ നിങ്ങൾ ഉപയോഗിച്ച രീതിയുണ്ടല്ലോ, ഇറ്റ് ഈസ് ദ മെത്തേഡ്, അത് സയൻറ്റിഫിക് മെത്തേഡാണ്. നിങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള പുതിയ വഴി നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയത് സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ്. ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ് us തിങ്ക് ആൻഡ് റൈറ്റ്, നമ്മൾ ആലോചിച്ചെന്ന് എഴുതിക്കേ. റൈറ്റ് അബൌട്ട് സിമിലർ പ്രോബ്ലം ദാറ്റ് യു ട്രൈ ടു സോൾവ്, ഇതുപോലുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും എഴുതുക. വാട്ട് സ്റ്റെപ്സ് ഡിഡ് യു ടേക്ക്, അന്നേരം എന്ത് സ്റ്റെപ്സാണ്, എന്ത് നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മെമ്മറൈസിങ് ഫാക്ട്സ്, വസ്തുതകളെ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല സയൻസ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മെമ്മറൈസിങ് ഫാക്ട്സ്, വസ്തുതകളെ ഓർമ്മിക്കലാണ് സയൻസ് എന്നുള്ളതല്ല, അത് മാത്രമല്ല സയൻസ്. ആൻഡ് ഫിഗേഴ്സ് ഓർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ്, അല്ലെങ്കിൽ അക്കങ്ങൾ സൂക്ഷിക്കുക മനസ്സിൽ, സംഖ്യകൾ സൂക്ഷിക്കുക, ഓർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ്, നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തുക, അത് മാത്രമല്ല സയൻസ്. ഇറ്റ് ഈസ് അബൌട്ട് ഫോളോവിങ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, അത് പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് ഫൈൻഡ്സ് ആൻസേഴ്സ് ടു അവർ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന നടപടിക്രമങ്ങളാണ്.
സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് വി ക്യാൻ ഫോളോ? അതുകൊണ്ട് എന്തെല്ലാം സ്റ്റെപ്സാണ്, എന്തെല്ലാം നടപടികളാണ് നാം പിന്തുടരേണ്ടത്? നമുക്ക് അടുത്ത പേജിലേക്കൊന്ന് പോകാം കേട്ടോ. ഫസ്റ്റ് വി ഒബ്സർവ് സംതിങ് ദാറ്റ് വി ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്. ആദ്യം നമുക്ക് താല്പര്യമുള്ള എന്തിനെങ്കിലും ഒബ്സർവ് ചെയ്യാം, നമുക്കൊന്ന് നിരീക്ഷിക്കാം. ഓർ വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യത്തെ ഒന്ന് നിരീക്ഷിക്കാം. ദിസ് മേക്ക് എസ് വണ്ടർ ആൻഡ് പെർഹാപ്സ് തിങ്ക് ഓഫ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഇതൊരു പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തും, അല്ലെങ്കിലോ ഓർ പെർഹാപ്സ് തിങ്ക് ഓഫ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും. ദെൻ വി ഗസ് എ പോസിബിൾ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ മനസ്സിൽ ഊഹിക്കും. ദെൻ വി ഗസ് എ പോസിബിൾ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിനുള്ള സാധ്യമായ ഉത്തരം നമ്മുടെ മനസ്സിൽ നാം സ്വരൂപിക്കും, നാം ഒന്ന് ഊഹിച്ചെടുക്കും. വി ടെസ്റ്റ് ദിസ് ഗസ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ് ഓർ മോർ ഒബ്സർവേഷൻ. കൂടുതൽ നിരീക്ഷണങ്ങളിലൂടെയോ എക്സ്പെരിമെൻറ്റ്സിലൂടെയോ ഒക്കെ നമ്മൾ ഈ ഊഹം ഒന്ന് ശരിയാണോ എന്ന് പരീക്ഷിക്കും. വി ടെസ്റ്റ് ദിസ് ഗസ്, നമ്മൾ ഈ ഊഹം ഒന്ന് പരീക്ഷിക്കും. എങ്ങനെയാണ്? ത്രൂ എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങളിലൂടെ, ഓർ മോർ ഒബ്സർവേഷൻസ്, അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷണങ്ങളിലൂടെ. വി ദെൻ ട്രൈ ടു അനലൈസ് ദ റിസൾട്ട്സ്. നമ്മൾ ഈ റിസൾട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കും. വി ദെൻ ട്രൈ ടു അനലൈസ് ദ റിസൾട്ട്സ് ടു സീ ഇഫ് ഇറ്റ് ഈസ് ആക്ച്വലി ആൻസേർഡ് അവർ ക്വസ്റ്റ്യൻ. നമ്മുടെ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തിയോ എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും നമ്മുടെ മനസ്സിൽ. സയൻറ്റിസ്റ്റ് ആർ പീപ്പിൾ ഹു ഫോളോ ദ സയൻറ്റിഫിക് മെത്തേഡ് ടു സോൾവ് പ്രോബ്ലംസ്. ആരെ സയൻറ്റിസ്റ്റുകൾ? സയൻറ്റിസ്റ്റ് ആർ പീപ്പിൾ ഹൂ ഫോളോ ദ സയൻറ്റിഫിക് മെത്തേഡ് ടു സോൾവ് ദ പ്രോബ്ലം. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യേണ്ട സയൻറ്റിഫിക് മെത്തേഡ് അനുഗമിക്കുന്ന ആളിനെയാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആരെ സയൻറ്റിസ്റ്റ്? സയൻറ്റിസ്റ്റ് ആർ പീപ്പിൾ ഹൂ ഫോളോ ദ സയൻറ്റിഫിക് മെത്തേഡ് ടു സോൾവ് ദ പ്രോബ്ലം. അല്ലെങ്കിലോ ഓർ ടു ഡിസ്കവർ ന്യൂ തിങ്സ്. പുതിയ വസ്തുക്കളെ കണ്ടെത്താനായിട്ട് പുതിയ മെത്തേഡൊക്കെ സ്വീകരിക്കുന്ന ആളെയാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. But anyone who follows the scientific method is working like a scientist. Anyone who follows the scientific method, ഈ സയൻറ്റിഫിക് മെത്തേഡ് പിന്തുടരുന്ന ആളുണ്ടല്ലോ, എനിവൺ ഹൂ ഫോളോസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് വർക്കിംഗ് ലൈക്ക് എ സയൻറ്റിസ്റ്റ്. അയാൾ സയൻറ്റിസ്റ്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സം വൺ കുക്കിംഗ്, ആരെങ്കിലും ആൾ പാചകം ചെയ്യുമ്പോഴേ, സം വൺ കുക്കിംഗ് ഫുഡ്, ആഹാരം പാചകം ചെയ്യുമ്പം, മേ ബി വണ്ടറിങ് വൈ ദ ദാൽ ഹാസ് സ്പിൽഡ് ഔട്ട് ഓഫ് ദ കുക്കർ. എന്തുകൊണ്ടാണ് കുക്കറിൽ നിന്ന് ഈ പരിപ്പൊക്കെ പുറത്തേക്ക് തെറിച്ച് വീഴുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. സ്പിൽഡ് ഔട്ട് ഓഫ് ദ കുക്കർ, കുക്കറിൽ നിന്നല്ല പാത്രത്തിൽ നിന്ന് തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കാം, അങ്ങനെ അത്ഭുതപ്പെട്ടേക്കാം. വാസ് ദെയർ ടു മച്ച് വാട്ടർ? അപ്പം നമ്മൾ അതിലേക്ക് ഒത്തിരി വെള്ളമുണ്ടോ? തിങ്ക് ഓഫ് എ ബൈസൈക്കിൾ റിപ്പയർ പേഴ്സൺ. സൈക്കിൾ നന്നാക്കുന്ന ഒരാളെ നോക്കി, അയാളെ എപ്പോഴും ചിന്തിച്ചേ. ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വൈ എ ടയർ ഈസ് ഫ്ലാറ്റ്. എന്തുകൊണ്ടാണ് ടയർ ഇങ്ങനെ നല്ല എയറൊക്കെ നിറഞ്ഞ് ഫ്ലാറ്റായിരിക്കുന്നത്? ഫ്രം വേർ ഡിഡ് ദ എയർ ലീക്ക് ഔട്ട്. എവിടെ നിന്നാണ് കാറ്റ് പുറത്തേക്ക് പോയത്? സൈക്കിൾ നന്നാക്കാൻ ഇരിക്കുന്നുണ്ടോ? അയാൾ കണ്ടുപിടിക്കുകയാണ് എവിടെ നിന്നാണ് ടയറിൽ കാറ്റ് പുറത്തേക്ക് നഷ്ടപ്പെട്ടതെന്ന്. ആ ലീക്ക് കണ്ടെത്തുകയാണ്, അല്ലെ പഞ്ചർ കണ്ടെത്തുകയാണ്. ഓർ എൻ ഇലക്ട്രീഷ്യൻ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വൈ എ ലൈറ്റ് ബൾബ് ഈസ് നോട്ട് വർക്കിംഗ്. എന്താണ് ബൾബ് കത്താത്തത് എന്ന് ഇലക്ട്രീഷ്യൻ നോക്കുകയാണ്. ഈസ് ദർ സം പ്രോബ്ലംസ് വിത്ത് ദ ബൾബ്. ബൾബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓർ ദ സ്വിച്ച്, അല്ലേ സ്വിച്ചിനാണോ പ്രശ്നം? വെൻ വി ട്രൈ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുമ്പോഴും, ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻസർ, അതിന് ഉത്തരം കണ്ടെത്തുമ്പോഴും, ഇൻ എ വേ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, വി ആർ ഓൾ സയൻറ്റിസ്റ്റ്. നമ്മളെല്ലാവരും സയൻറ്റിസ്റ്റ് തന്നെയാണ് കേട്ടോ. ആക്ടിവിറ്റി 2, ലെറ്റ് us തിങ്ക് ആൻഡ് റൈറ്റ്. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, നമുക്ക് ആലോചിച്ച് എഴുതാം. ഡിസ്ക്രൈബ് എ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ. നിത്യജീവിതത്തിലെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. വേർ യു ഫീൽ സമ്മൺ വാസ് ഫോളോവിങ് എ സയൻറ്റിഫിക് മെത്തേഡ്. അവിടെ അയാളുടെ സയൻറ്റിഫിക് മെത്തേഡ് സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. ഡു യു നൗ റിയലൈസ് ദർ ആർ സെവറൽ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ where we knowingly and or unknowingly apply the scientific methods. അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സയൻറ്റിഫിക് മെത്തേഡൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാം കേട്ടോ. പശുവിനെ കറന്ന് പാലെടുക്കാൻ പോകുന്ന നമ്മുടെ അമ്മ പാത്രം നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി നല്ല തിളങ്ങുന്ന മട്ടിൽ വൃത്തിയാക്കിയിട്ടാണ് പാലെടുക്കാൻ കൊണ്ടുപോകുന്നത്. കഴുകി വൃത്തിയാക്കിയ പാത്രത്തിലാണ്. എന്തുകൊണ്ടാണ്?
അമ്മമാർക്കറിയാം, അല്ലെ പാൽ എടുക്കുന്ന ആൾക്കറിയാം. വൃത്തിയുള്ള പാത്രത്തിൽ പാലെടുത്താൽ മാത്രമേ പാല് വൃത്തിയായിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പാലിൻ്റെ അകത്ത് ബാക്ടീരിയകൾ വളർന്നിട്ട് പാൽ അശുദ്ധമാകും, കുടിക്കാൻ കൊള്ളാത്തതാകും എന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ അമ്മയ്ക്കറിയാം. കൂടാതെ പശുവിൻ്റെ അടുക്കൽ ചെന്ന് കറക്കാൻ പോകുമ്പോൾ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ചോ അങ്ങോട്ട് കഴുകിയോ വൃത്തിയാക്കിയ ശേഷമാണ് കറക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിലോ കിട്ടുന്ന പാലിൽ ബാക്ടീരിയകളുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെ അറിഞ്ഞോ അറിയാതെയോ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്മമാർ, അല്ലെ പശുവിനെ കറക്കുന്നയാൾ. അതുകൊണ്ട് അവരും ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.